ഹലോ, ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. വെള്ളിയാഴ്ച രാവിലെ തന്നെ നാരങ്ങ തൈര ഓർഡർ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഫ്രണ്ട്സ് 2 പേര് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് അതൊക്കെ കൊണ്ടുവന്നെടുക്കാൻ പോയി വന്ന് അച്ഛനും ഞാനും അമ്മയും കൂടെ ചായ കുടിക്കുകയാണ് കേട്ടോ. ചായക്ക് ഇന്ന് ദോശയും ചട്നിയായിരുന്നു. അതൊക്കെ കൂട്ടി ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇന്ന് ചായ കുടിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിന്ന് തലൂർക്ക് പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഞങ്ങളിതേ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ തന്നെ പാവയ്ക്ക അരിയാനിരുന്നു കേട്ടോ. പാവയ്ക്ക 2 രീതിയിൽ കൊണ്ടാട്ടാക്കാനും കറി വെക്കാനും ആയിട്ടാണ്. അപ്പോൾ ഞാൻ അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അച്ഛൻ ദേ സംസാരിക്കുന്നുണ്ട്. അച്ഛൻ അവിടെ യൂട്യൂബിൽ ബിഗ് ബോസിൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. എനിക്ക് ബിഗ് ബോസ് ആദ്യം ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നേ പിന്നെ ഞാൻ ബിഗ് ബോസ് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോയി. അപ്പോൾ അങ്ങനെ ഞാനും ബിഗ് ബോസ് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ദേ പാവയ്ക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്പി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോയി കുളിച്ചു ട്ടോ. ഞാനെപ്പോഴും ആലോചിക്കും ഈ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും കണ്ട് കണ്ട് ബോറടിക്കുന്നുണ്ടാവും കുളി കഴിഞ്ഞിട്ടുള്ള ഈ റെഡി ആവലെന്ന്. ഇപ്പോൾ ഇഷ്ടം പോലെ നേരമുള്ള കാരണം ഞാനിങ്ങനെ റെഡി ആവലൊക്കെ ചെയ്യും ട്ടോ. അല്ലെങ്കിൽ ജോലിക്ക് പോണ സമയത്തായിരുന്നപ്പോൾ വേഗം കുളി കഴിഞ്ഞ് റെഡി ആയിട്ട് ഓടിപ്പോവായിരുന്നു. ഇപ്പോൾ വീട്ടിലിരിക്കുക കാരണം നല്ല നേരമുണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് അങ്ങനെ റെഡി ആവലൊക്കെ കഴിഞ്ഞ് നേരെ തന്നെ അടിച്ചു വാരാനും തുടയ്ക്കാനും നിന്നു. ഇത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കുക. പിന്നെ വേറെ ജോലികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അടിച്ചു വാരണം. ഇത് കഴിഞ്ഞിട്ട് വേണം തുടയ്ക്കൽ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ അച്ഛനും ഞാനും കൂടി ഇന്ന് കുറച്ച് സാധനങ്ങൾ കഴിയാറായിട്ടുണ്ടായിരുന്നു വീട്ടിലേക്കുള്ളത്. അപ്പോൾ അതൊക്കെ മേടിക്കാൻ പോകണം. അപ്പോൾ അതിനുള്ള വേഗം റെഡി ആവലാണ് കേട്ടോ. അങ്ങനെ തുടച്ച് ചെല്ലുമ്പോഴേക്കും അമ്മ സംഭാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു അര ഗ്ലാസ് കുടിച്ചു. അതിന് ശേഷം പിന്നെ ഞാൻ വേഗം ഊണ് കഴിക്കാനിരുന്നു കേട്ടോ. ഊണിന് ഇന്ന് മോരുകറിയും പയറും കായത്തൊലിയും ഉപ്പേരിയൊക്കെ ആയിരുന്നു. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി കുറച്ച് ചോറൊക്കെ ഉണ്ടു. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഉറങ്ങിയൊന്നുമില്ല. കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് നേരെ ഞാൻ അച്ഛനും കൂടെ തലൂർക്ക് പോയിട്ടോ. ഷോപ്പിങ്ങിന് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ വരെ മേടിക്കാൻ പോയാലും ഞാൻ പോവും ട്ടോ. അതെൻ്റെ വീട്ടിലാണെങ്കിലും അമ്മ പോകുമ്പോൾ കടയിലേക്ക് ഞാനും കൂടെ പോവും. അതുപോലെ തന്നെയാണ് ഇവിടെ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് ട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടായാലും മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അച്ഛനും കൂടി കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്നു ട്ടോ. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നേരെ വളം മേടിക്കാനായിട്ട് പോയിട്ടോ. വാഴയ്ക്കൊക്കെ വളം ഇടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അതൊക്കെ മേടിച്ചു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ പോയിട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ നിന്ന് നേരെ വന്ന് സാധനങ്ങളൊക്കെ ദേ ആക്കിട്ടോ. മധുരക്കിഴങ്ങും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനങ്ങളാക്കിയതൊക്കെ ദേ ഒതുക്കി എടുത്ത് വെക്കുകയാണ്. അതിന് ശേഷം ഞങ്ങൾ പിന്നെ വേഗം ചായ കുടിച്ചു. ചായ കുടി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ട്യൂഷൻ എടുക്കുകയുണ്ടോ. അപ്പോൾ അച്ഛൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നാരങ്ങ തൈയൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കാൻ ഞാനും കൂടെ ഇറങ്ങി ട്ടോ. ദേ പുതിയ ബഡ് ചെയ്തേമലൊക്കെ നാരങ്ങ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഇത്രയേ ഉള്ളൂ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം ട്ടോ. ബായ്.